ഹലോ. ആപ്പിൾ അച്ചാറിന് ശേഷമുള്ള സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ. നാരങ്ങയും ഡേറ്റ്സും കൊണ്ടുള്ള അച്ചാറാണേ. ഞങ്ങൾക്ക് ഇവിടെ ഇച്ചിരി വലുപ്പത്തിലുള്ള നാരങ്ങ കേട്ടോ കിട്ടുന്നത്. അത് ഞാനൊരു 5 നാരങ്ങ എടുത്തൊന്ന് വേവിച്ചിട്ട് ഉപ്പിട്ട് തിരുമ്മി വെച്ചേക്കുന്ന കേട്ടോ. ഒരു 4-5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാട്ടോ ഇത്. ഞാനൊരു 10 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 10 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടപ്പോഴേ അവർ ഡേറ്റ്സ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, കാരണം ഈ ഡേറ്റ്സ് ഭയങ്കര സോഫ്റ്റാണ്. നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള ഇച്ചിരി കട്ടിയായിട്ടുള്ള ഡേറ്റ്സ് ഒക്കെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ പൊടികളായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു 4 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ നോർമൽ ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കായം, പിന്നെ വൈറ്റ് വിനെഗർ. ഇനിയല്ല ചടപടയെന്നാട്ടോ. ഞാൻ ദേ പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കിംഗ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ കടുകും പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഉലുവയും ഇടുന്നുണ്ട്, കടുക് പൊട്ടിയതിന് ശേഷം. പിന്നെ ഇല്ലേ, ഈ അച്ചാറിട്ടതിന് ശേഷം നിങ്ങൾ 1-2 ദിവസം ഒന്ന് പുറത്തൊന്ന് വെച്ചതിന് ശേഷം യൂസ് ചെയ്യണം കേട്ടോ. അപ്പോഴാട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് ഇതിന്. കടുകും നമ്മുടെ ഉലുവയെല്ലാം പൊട്ടി ഞാൻ ഇഞ്ചി, വെളുത്തുള്ളിയും, പച്ചമുളകും, കറിവേപ്പിലയും എല്ലാം ഇട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് പൊടികളെല്ലാം ആഡ് ചെയ്യാവേ. ഇത് നല്ല ഈ അച്ചാർ ഇച്ചിരി കയ്പ്പാട്ടോ, കാരണം നാരങ്ങയ്ക്കുള്ള 2 ദിവസം ഇരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ കയ്പ്പൊക്കെ മാറും. ഞാൻ ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് പൊടികൾ ഇടുന്നുണ്ട്. പൊടികൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നാരങ്ങ ആഡ് ചെയ്യാവേ. ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല, കാരണം ഞാനിത് ഉപ്പിട്ട് തിരുമ്മി വെച്ചേക്കുന്ന കേട്ടോ. ഞാൻ നാരങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ആദ്യം കട്ട് ചെയ്തപ്പോൾ ഇച്ചിരി വലിപ്പം കൂടുതലായിരുന്നു കേട്ടോ നാരങ്ങയ്ക്ക്. ഞാൻ ഇളക്കി വന്നപ്പോഴാണ് അത് മനസ്സിലായത്. പിന്നെ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഈ കഷ്ണങ്ങളെല്ലാം 2 കഷ്ണമാക്കി കേട്ടോ. അതാ ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് കഷ്ണമാക്കി കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പിടുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് നോക്കിയിട്ട്. പിന്നെ ഇതിൻ്റെ അകത്തോട്ടൊരു 3/4 ടീസ്പൂണ് കായവും ഒരു 3 ടേബിൾ സ്പൂണ് വൈറ്റ് വിനെഗർ യൂസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് ഞാൻ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുന്നുണ്ട്. ഓൾറെഡി ഇത് വേവിച്ചതാണ്, എങ്കിലും ഒന്നുകൂടെ ഒന്ന് മസാല പിടിക്കാൻ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാട്ടോ, നമ്മൾ ഡേറ്റ്സ് ഇടുന്നു, നന്നായിട്ട് മിക്സ് ചെയ്യുന്നു, ഫ്ലെയിം ഓഫ് ആക്കുന്നു. നമ്മുടെ അച്ചാർ റെഡി ആട്ടോ. 2 ദിവസം പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യണം, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ആ നാരങ്ങയുടെ കയ്പ്പൊക്കെ മാറി നല്ല സൂപ്പറാട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. ഓക്കെ, ബൈ.